മദ്യക്കമ്പനി വിവാദത്തിൽ എക്സൈസ് മന്ത്രി CPI സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. പദ്ധതി കൊണ്ട് ജലദൗർലഭ്യം ഉണ്ടാകില്ലെന്ന് രാജേഷ് അറിയിച്ചു. പദ്ധതിയെ ബിനോയ് വിശ്വം എതിർത്തില്ല. 2 ദിവസം മുൻപാണ് MN സ്മാരകത്തിലെത്തി കൂടിക്കാഴ്ച ഉണ്ടായത്. CPIയെ കബളിപ്പിച്ചെന്ന ചർച്ചയായതോടെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയും നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേർന്നുണ്ട്. വിനീഷ്, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ അല്പസമയം മുമ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ അതിൽ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. താൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേകിച്ച് CPIക്ക് വിഷയത്തിൽ ധാരണ പിഴവുണ്ടായി. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ ജലദൗർബല്യം ഉണ്ടാകില്ല. സ്വകാര്യ മദ്യ കമ്പനി ആരംഭിക്കുന്നതോടുകൂടി പാലക്കാട് ഈ പറയുന്ന സ്ഥലത്ത് ജലദൗർബല്യം ഉണ്ടാകില്ല എന്ന നിലപാട് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് MN സ്മാരകത്തിൽ നേരിട്ടെത്തിയാണ് ഇത്തരം കാര്യങ്ങൾ ബിനോയ് വിശ്വത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയായ MP രാജേഷ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടയിലാണ് എക്സൈസ് വകുപ്പ് മന്ത്രി CPI സംസ്ഥാന സെക്രട്ടറി നേരിട്ട് കണ്ട് അനുനയിപ്പ് ശ്രമം നടത്തിയത്. പ്രത്യേകിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഇത് വിഭിന്നമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം പരിഗണിക്കുമ്പോൾ മാത്രമാണ് CPI മന്ത്രിമാർ പോലും ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട സ്വകാര്യ മദ്യ കമ്പനിക്ക് പാലക്കാട് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയുന്നത്. സ്വകാര്യ മദ്യ കമ്പനിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുമ്പോൾ മാത്രമാണ് അറിയുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മന്ത്രിമാരെ കബളിപ്പിച്ച് CPIയിലെ മന്ത്രിമാരെ കബളിപ്പിച്ചു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ CPI മന്ത്രിമാർ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് CPI ഈ വിഷയത്തിൽ വിഭിന്നമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായി നിന്നത്. ആ ഘട്ടത്തിലാണ് ഈ അനുനയ ശ്രമവുമായി എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് തന്നെ നേരിട്ട് ബിനോയ് വിശ്വത്തെ കാണുന്ന സാഹചര്യമുണ്ടായി. അല്പസമയം മുമ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരത്തിലാണ്. താൻ ബിനോയ് വിശ്വത്തെ നേരിട്ട് കണ്ടു, അത് MN സ്മാരകത്തിൽ പോയി തന്നെയാണ് കണ്ടതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറയുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലും ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വിഷയം വലിയ വിവാദമാക്കി കൊണ്ടുവരാനുള്ള ഒരു നിലപാട് അത്തരത്തിൽ വലിയ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിൽ ഉൾപ്പെടെ ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. ഇന്ന് സഭയിൽ തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിന് മറുപടി പറയാനിരിക്കുന്ന സാഹചര്യമാണ്. അതിനിടയിലാണ് പ്രത്യേകിച്ച് ഘടകകക്ഷികളെ പിണക്കേണ്ടതില്ല, ഈ വിഷയം കൃത്യമായി ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യണം എന്ന നിലപാട് CPI സ്വീകരിക്കുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് എത്തുകയും ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യവും ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് വലിയ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. BJP അടക്കമുള്ള സംഘടനകൾ ഈ ബ്രൂവറി വിവാദവുമായ വിഷയത്തിൽ, പ്രത്യേകിച്ച് സ്വകാര്യ മദ്യ കമ്പനിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലായി ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ സഭയ്ക്കുള്ളിൽ ഈ വിഷയം വലിയ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തി. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് ബിനോയ് വിശ്വത്തെ നേരിട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് തന്നെ നേരിട്ട് കാണുന്ന സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും നിലവിൽ ഒരു മൗന സമ്മതം CPIയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി ഇപ്പോൾ തുറന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. MP രാജേഷ് പറഞ്ഞ തരത്തിലാണ് താൻ ബിനോയ് വിശ്വവുമായി കണ്ടു, കൂടിക്കാഴ്ച നടത്തി, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് സംബന്ധിച്ച് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഘടകകക്ഷിക്കുള്ളിൽ ഉള്ള ഒരു വിഭാഗീയതയ്ക്ക് നീക്കാൻ ഇപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിരിക്കുന്നു. അതേസമയം തന്നെ ഈ ബ്രൂവറി വിഷയം എന്തുകൊണ്ട് ഇത്രയും സമയങ്ങളിൽ സർക്കാർ CPIയെ പോലുള്ള ഏറ്റവും ഘടകകക്ഷിയിലെ ഏറ്റവും പ്രധാന മുഖ്യ കക്ഷിയായ CPIയെ വിഷയം അറിയിച്ചില്ല? മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായപ്പോൾ മാത്രമാണ് CPI മന്ത്രിമാർ ഈ വിഷയങ്ങൾ അറിഞ്ഞത് എന്നതടക്കമുള്ള അടക്കം പറച്ചിൽ ഇപ്പോഴും CPI മന്ത്രിമാർക്കിടയിൽ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ബിനോയ് വിശ്വം മൗനസമ്മതം മൂളിയ സാഹചര്യത്തിലാണ് ഇത്തരം നിലപാടുമായി ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഈ ബ്രൂവറി വിഷയത്തിൽ ഉണ്ടാകുന്നു. പ്രതിപക്ഷ സംഘടനകൾ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിഷ്ണു, വിനീഷ, ഒപ്പം എടുത്തു പറയേണ്ടത് ഈ പറയുന്നത് പോലെ CPIയെ കൂടെ ചേർക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിന് പിന്നാലെ, അല്ലെങ്കിൽ അത് നിലനിൽക്കെ CPMനുള്ളിൽ തന്നെ ചില ഭിന്നസ്വരങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യമല്ലേ ഇനി ബാക്കിയാകുന്നത്?
തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം നിലപാടുകളുടെ ഒരു ചർച്ച ചെയ്യാനായി MP രാജേഷ് തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ബിനോയ് വിശ്വത്തെ കാണാൻ ഉണ്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും പ്രത്യേകിച്ച് സ്മാരകത്തിലേക്ക് CPM-ന്റെ ഒരു മന്ത്രി നേരിട്ടെത്തി അനുനയ ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മൗനസമ്മതം CPI നേതാക്കൾ നൽകിയിരിക്കുന്നു, CPI മന്ത്രിമാർ നൽകിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ബിനീഷാണ് വിവരങ്ങൾ നൽകിയത്.